നമസ്കാരം. ഇന്ന് എളുപ്പത്തിൽ ഒരു പഴം ചേർത്ത് പായസം റെഡിയാക്കാം. അതിനുവേണ്ടി 50 ഗ്രാം സാബുനരി എടുത്ത് കഴുകി ഒരു ബൗളിൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി. ഇനി ഒരു പഴം തോല് കളഞ്ഞെടുക്കാം. ഇത് ചെറുതായി കട്ട് ചെയ്യുക. പഴം കട്ട് ചെയ്ത് ഒരു ബൗളിലിട്ട് വെച്ച് ഇനി 3/4 ബൗൾ തേങ്ങ ചിരവിത് മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ 1/4 പാലും 2/2 പാലും എടുത്ത് വെക്കാം. സാബുനരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2/2 പാൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ലപോലെ തിളച്ച് വെന്തും വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കാം. സാബുനരി ചെറുത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പഴം നല്ലപോലെ പഴുത്തതും എടുക്കണം. പഴം ഇട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തൊന്ന് ഇളക്കി ഇനി 3/4 ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അലിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 1/4 പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് പിന്നെ ഇളക്കാം. ഈ പായസം പുട്ടിൻ്റെ കൂടെയും നീർദോശേൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. പായസം വാങ്ങി വെച്ച് ഒരു കടായി വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പെല്ലാം മൂത്ത് വന്ന് ഇനി പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. ഈ പായസം ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.